ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. മോള് മുറിയിലാണോ സോനെ? അവൾക്ക് പാല് വേണ്ടേ? ഞങ്ങള് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങുമ്പോ മോക്ക് കഴിക്കാൻ കൊടുത്തിരുന്നു പ്രതിഭ. ഇവിടെ വന്ന് ഞാൻ ഡ്രസ്സ് മാറുമ്പോഴേക്കും മോള് കിടന്നുറങ്ങി. ആണോ? ഞാൻ പാല് തിളപ്പിച്ചിരുന്നു. ഇനി ഉണരുമ്പോ കൊടുക്കാം. അല്ല, ആന്റി ഇവിടെ ഇല്ലേ പ്രതിഭേ? കണ്ടില്ലല്ലോ. അതോ ഞങ്ങളെ കണ്ടിട്ട് മുറിയിൽ നിന്ന് ഇറങ്ങാത്തതാണോ? ഏയ്, അമ്മ നിങ്ങള് വരുന്നതിന് തൊട്ടു മുമ്പേ എങ്ങോട്ട് പോയതാ. ദൂരെയൊന്നും ആവില്ല. എങ്കി പറയേണ്ടതായിരുന്നു. ഉടൻ വരുമായിരിക്കും. ശ്യാമേ, അച്ഛൻ ഫ്ലാറ്റിൽ തനിച്ച് നിൽക്കുവോ? സഹായത്തിന് ആരെങ്കിലും നിർത്തിയിട്ടുണ്ടോ? ഇല്ല, അച്ഛനിപ്പോ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇടയ്ക്കൊന്ന് പോയി നോക്കണം. അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ വിളിക്കും. ഇവിടുത്തെ കാര്യങ്ങൾ എന്തൊക്കെയാ പ്രതിഭ? അമ്മ കാണിച്ചു കൂട്ടിയ വിക്രികളൊക്കെ ഞങ്ങൾ അറിഞ്ഞു. ഇത്രയൊക്കെ ചെയ്തിട്ടും അമ്മയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ യാതൊരു കൂസലും ഇല്ലല്ലോ. ഇനി ഇവിടെ പോലീസ് അന്വേഷിച്ചു വരുമെന്ന് കരുതിയിട്ട് മുങ്ങിയതാണോ ആന്റി? എത്ര കാലം ഇങ്ങനെ മുങ്ങി നടക്കും? അനന്തമാഷ് കേസ് കൊടുത്താ അമ്മയും ഹർഷയെ അഴിയെണ്ണേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാ. ആണോ? പോലീസ് എത്തി അമ്മയെ കൈവലങ്ങ് വെച്ചുകൊണ്ട് പോകുന്നത് കാണാൻ വന്നതാണോ എന്റെ പുന്നാര മോളും മരുമോനും? തൊണ്ടി മുതൽ കൈയോടെ പിടിച്ചിട്ടും അമ്മയുടെ അഹങ്കാരത്തിന് കുറവൊന്നും വന്നില്ലല്ലോ. ഏത് തെണ്ടിയാടി തൊണ്ടി മുതൽ പിടിച്ചത്? അങ്ങനെ എന്തെങ്കിലും വാർത്ത നീ പത്രത്തിലോ ടിവിയിലോ കണ്ടിട്ടുണ്ടോടി? ഉണ്ടോ? പിന്നെ എന്തറിഞ്ഞിട്ടാടി നീ നിന്റെ കെട്ടിയോനെ എന്നെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നു പറഞ്ഞത്? ഓ, അനുപമ ഇവിടെ വന്ന് അനന്തമാഷിന്റെ ബാഗ് കണ്ടുപിടിച്ച കാര്യം ഇവള് പറഞ്ഞു തന്നു അല്ലേ? അയ്യോ അമ്മേ. അറിയാടി, നീ ഒരു നല്ല നുണച്ചാണെന്ന് എനിക്ക് ആദ്യമേ അറിയാം. ദേ, എന്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന നിന്റെ 50 പവന്റെ സ്വർണം കെട്ടിയോനെ കൊണ്ട് നുണ പറഞ്ഞു കൊടുത്ത് തിരിച്ചു വാങ്ങിച്ചോളല്ലേടി നീ. നിന്റെ കെട്ടിയോന്റെ മുന്നിൽ വെച്ച് ഇന്ദ്രന്റെ കട്ടിലിനടിയതല്ലേടി ആ ബാഗ് കണ്ടെടുത്തത്. എന്നിട്ട് നീ എന്തൊക്കെയാ ഇവളോട് പറഞ്ഞു കൊടുത്തേ? എന്തൊക്കെയാണ് ഇവള് നിന്നോട് പറഞ്ഞു തന്നിരിക്കുന്നേ? അമ്മേ, ഞാനൊന്നും പറഞ്ഞു കൊടുത്തില്ല. അമ്മ വെറുതെ ഞങ്ങളോടുള്ള ദേഷ്യത്തിന് പ്രതിഭയെ ചാടിക്കടിക്കാൻ നിൽക്കണ്ട. ഞങ്ങളോടെല്ലാം പറഞ്ഞ സത്യേട്ടന, അല്ലാതെ പ്രതിഭയല്ല. അതിന് ഇവളെ തന്നെ ഞാൻ പറയൂ. ഇവള് നല്ലതാണെങ്കിൽ എന്റെ മോൻ ഒരിക്കലും എനിക്കെതിരെ തിരിയത്തില്ലടി. അല്ല, അതൊക്കെ പോട്ടെ. അവനെന്താ നിങ്ങളോട് പറഞ്ഞേ? അവന്റെ അമ്മ അനന്തമാഷിന്റെ ബാഗ് അടിച്ചു മാറ്റി ഇവിടെ ഒളിപ്പിച്ചു വെച്ചതാണോ? ആണോ? അതെ, സത്യം ഞങ്ങളോട് എന്താ പറഞ്ഞെന്ന് ആന്റി അറിയണ്ട. ആന്റി എന്തൊക്കെയാ ചെയ്തു കൂട്ടിയെന്നുള്ള ബോധം ആന്റിക്ക് ഉണ്ടായാൽ മതി. സോന ബാ. ഞാനും 10 വിടർത്തി തുടങ്ങിയോ? ഇതിനൊക്കെ വളം വെച്ചു കൊടുക്കുന്ന ആരാന്ന് എനിക്കറിയാം. വച്ചിട്ടുണ്ടേ നിനക്ക് ഞാൻ. നോക്കിക്കോ.